ഹായ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി നമ്മളൊരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കണോ എന്താ വീഡിയോസൊന്നും ഇടാത്തതെന്നൊക്കെ. വീഡിയോസൊന്നും ഇടാൻ ഒരു മടി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ അച്ചാറിട്ടായിരുന്നു. കുറച്ച് മാങ്ങയും നാരങ്ങയും നെല്ലിക്കയും എല്ലാ അച്ചാറും ഇട്ടു. വീഡിയോ ഫുള്ളായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എടുത്ത അത്രയും ഞാൻ ഇതിലിടുന്നുണ്ട്. കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഒരുപാട് നാളുകൾക്ക് ശേഷം നല്ലൊരു കുക്കിംഗ് വീഡിയോ ഇടാൻ എഴുതി. നമുക്ക് കുറച്ച് നല്ല മാങ്ങാച്ചാർ, മൂവാണ്ടൻ മാങ്ങയാണ്, നന്നായിട്ട് കഴുകി ചെത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ നല്ല കുറച്ച് നാരങ്ങ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഷ്ണം മുറിക്കണം. നെല്ലിക്ക പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അതും ഒന്ന് കഷ്ണം മുറിക്കണം. നമ്മുടെ മാങ്ങ കഷ്ണം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നെല്ലിക്കയും കഷ്ണം മുറിച്ച് വെച്ചു. നാരങ്ങ നീളത്തിലെ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ മാങ്ങയിലേക്ക് ഒരു സ്പൂൺ ഉപ്പും കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ നമ്മൾ നെല്ലിക്കയിലും ഇട്ട് കൊടുക്കാം. നമ്മളെ നാരങ്ങയിലേക്കും ഉപ്പും കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ മാങ്ങയിൽ നന്നായിട്ട് ഉപ്പും കായൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ അച്ചാർ പൊടി. അതുപോലെ എല്ലാത്തിലും നെല്ലിക്കയിലും നാരങ്ങയിലും എല്ലാത്തിലും നമുക്ക് ഓരോ സ്പൂണ് അച്ചാർ പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് ഇളക്കി മാറ്റി വയ്ക്കാം. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കെടുക്കാം. നമ്മുടെ മാങ്ങ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി നല്ല ഉപ്പും മുളകൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. പാകത്തിന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ കടുവറുക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയിൽ അച്ചാറിട്ടാൽ ഒരുപാട് നാൾ കേടാവാതിരിക്കുന്നല്ലേ പറയുന്നത്. നമുക്ക് ഒരുപാട് നാളൊന്നും വേണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം ഒരു 4-5 ദിവസം നല്ല സൂപ്പർ അച്ചാറായിട്ടിരിക്കണം. അപ്പോൾ എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. അപ്പം നമ്മൾ നെല്ലിക്ക അച്ചാർ റെഡി. പാകത്തിന് വെള്ളമൊക്കെ ആയി നല്ല സൂപ്പർ അച്ചാർ. അടുത്തത് നമ്മളെ നാരങ്ങ അച്ചാറും അടിപൊളിയായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം എന്താ ടേസ്റ്റ് അല്ലേ. അതുപോലെ നമ്മളെ മാങ്ങാച്ചാറും നല്ല ഒരുപാട് വെള്ളമൊന്നുമില്ല, പാകത്തിന് കുറുകിയ മാങ്ങാച്ചാർ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. അപ്പം നമ്മൾ നെല്ലിക്ക അച്ചാർ സൂപ്പർ അച്ചാറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നല്ല നെല്ലിക്ക അച്ചാർ റെഡി. അടുത്തത് നമ്മളെ നാരങ്ങ അച്ചാർ. നല്ല കുറുകിയ അച്ചാർ. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നല്ലേ. നെക്സ്റ്റ് വൺ നമ്മളെ മാങ്ങാച്ചാർ. പാകത്തിന് ഒരുപാട് വെള്ളമൊന്നുമില്ല, പാകത്തിന് വെള്ളമുള്ള നല്ല സൂപ്പർ മാങ്ങാച്ചാറും റെഡി. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു സോ മച്ച്.